എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല മസാല പിടിച്ചതും നല്ല ക്രിസ്പിയുമായ ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ മാന്തളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാല പുരട്ടാനായിട്ട് ഇത്രയും ചേരുവകളാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, ഇഞ്ചി, ഉപ്പ്. ഇതിന് സാധനങ്ങളാണ് ഞാൻ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം പാടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മസാല ഫിഷിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിലിപ്പോൾ നന്നായി മസാല പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ദയവ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പം മസാല പുരട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടെ അത് മിക്സ് ചെയ്തെടുക്കാം. ഈ സുർക്ക ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചട്ടിയിൽ അത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതിനും കൂടി വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത്. ഇനി കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മീൻ ഞാൻ എടുക്കുകയാണ്. ഇതിൽ നന്നായി മസാലയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച ഓരോ മീനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സൈഡോട് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.